പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കാൽസോണിയാണ് ഉണ്ടാക്കിയത്. ഇത് നമുക്ക് നോക്കാം. കണ്ടില്ലേ, നല്ല ചിക്കൻ കാൽസോണിയാണ്. ഓക്കെ, അടിപൊളി, നല്ല ചൂട്ടോടെയാണ് സാധനം. ഇതെങ്ങനെയാണ് പാചകം ചെയ്തതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. മൈദ ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഓയിൽ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇത് ചെറു ചൂടുവെള്ളമാണ്. അതുപോലെ ഈസ്റ്റ് ഉണ്ട്, പഞ്ചസാര, അതുപോലെ ബട്ടർ. നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ഒരു സ്പൂണോളം ഇടണം. അതിലേക്ക് പഞ്ചസാരയും നമ്മൾ 1 സ്പൂൺ ഇടണം. അതിനുശേഷം നമ്മളിത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഈ ഉപ്പും പഞ്ചസാരയും എല്ലായിടത്തും എത്താൻ. അതിനുശേഷം ഓയിൽ ഒരു 3 ടേബിൾ സ്പൂണോളം, അതായത് ചെറിയ ടേബിൾ സ്പൂണാണ്, ചെറിയ ടേബിൾ സ്പൂണുകൾ ഒഴിക്കുക. അതുപോലെ ബട്ടർ ഒരു 1.5 സ്പൂണുള്ളൂ. അതുപോലെ ഈസ്റ്റ് 1 സ്പൂണോളം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലായിടത്തേക്കും മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. ഇത് 5 മിനിറ്റ് നന്നായി കുഴച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലാവും. അതിനുശേഷം നമുക്ക് ഇത് ഒരു 2 മണിക്കൂറോളം നമുക്ക് റെസ്റ്റിൽ വയ്ക്കാം. കുറച്ച് ബട്ടറൊക്കെ തടവി കൊടുത്തതിന് ശേഷം ഇത് അല്പം ചൂടുള്ള സ്ഥലത്ത് മൂടി വയ്ക്കേണ്ടതാണ്. എന്നാലാണ് ഇത് നന്നായി പൊന്തി വരുള്ളൂ. ചിക്കൻ കാൽസോണിക്ക് വേണ്ട സാധനങ്ങളാണ്. ഇത് ഓയിലാണ്. ഇത് നമ്മൾ ചിക്കൻ അരച്ചത്, അതായത് കീമയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ച ചിക്കൻ 1 ബൗള്, സബോള, അതുപോലെ ഇത് ക്യാപ്സിക്കാണ്, പച്ച ക്യാപ്സിക്കല്ല, റെഡ് ക്യാപ്സിക്കാണ്, ഏതായാലും കുഴപ്പമില്ല. അതുപോലെ ഇത് ഗാർലിക്ക്, വെളുത്തുള്ളി, അതുപോലെ കുരുമുളക് വേണം, ഉപ്പ് വേണം. നമുക്കിത് പാചകം ചെയ്ത് നോക്കാം. ചിക്കൻ കാൽസോണിക്ക് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ്. അതുപോലെ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മളിത് അരച്ചെടുത്ത ചിക്കനാണ്. ഇതൊരു 150 ഗ്രാമുള്ളൂ. ഈ അരച്ചെടുത്ത ചിക്കൻ നമ്മളിതിലേക്കിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിം ആക്കുന്നുണ്ട്. ഇതൊന്ന് നിറം മാറുന്ന വരെ നമ്മളൊന്ന് കുക്ക് ചെയ്യണം. ചിക്കൻ നന്നായി മൊരിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇത് ഒരു വൈറ്റിഷ് കളറാവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഓയിലിൽ കിടന്ന ചിക്കൻ നല്ല വൈറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല, കുക്കായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിം ആക്കുകയാണ്. ഹൈ ഫ്ലെയിമിലാണ് ഈ ചിക്കൻ വെന്തെടുത്തത്. അതിലേക്ക് നമ്മൾ സബോള ഇടണം. സബോള ഇടാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം നമ്മൾ ഒരു വളരെ കുറച്ചിടുന്നുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ഇടുന്നുള്ളൂ. അപ്പം നമ്മുടെ ഈ സബോളയും ക്യാപ്സിക്കും ഈ ചിക്കനും കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതൊരു 1 മിനിറ്റോളം ത്തിനുള്ളിൽ അത് വാടിക്കിട്ടി. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഒരു 1 സ്പൂണോളം വെളുത്തുള്ളി ഇട്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടണം. അതുപോലെ കുരുമുളക് പൊടി, ഇതിൽ മറ്റു മുളകുകളില്ലാത്ത കാരണം കുരുമുളക് പൊടി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. കുക്കായി നമുക്കിതൊന്ന് പൊത്തി വെച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ 2 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് ഒന്ന് ഉയർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്ന് പഞ്ച് ചെയ്ത് ഇതിൻ്റെ എയറൊക്കെ കളയണം. അതിനുശേഷം നമുക്കിത് ബോൾ ഇട്ടെടുക്കാം. ഇത് ബോൾ ഇടാൻ വേണ്ടി ജസ്റ്റ് നമുക്ക് പൊറോട്ടയ്ക്ക് ബോൾ ഇടുന്ന പോലെ വലിയ ബോളുകളാക്കിയിട്ട് ബോളുകളിടുക. ഇപ്പം നമ്മൾ ബൗളുകൾ ഇട്ടിട്ടുണ്ട്. ഇനി ബൗള് നമുക്ക് പരത്തിയെടുക്കാം. അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കുക, പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒരു പൊറോട്ടയുടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കുക. ഇനി നമ്മളിതിൽ ഒരു ട്രേ എടുക്കുക, മീൻസ് ഒരു സ്റ്റീൽ പാത്രം എടുക്കുക. അതിലേക്ക് ഓയിൽ പരട്ടുക. നന്നായി ഓയിൽ പരട്ടണേ. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ ഇതിനെ ഇടുക. ഇട്ടതിന് ശേഷം ഈ അരികു വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ടൊമാറ്റോ സോസ് പരട്ടുക. ഇത് കെച്ചപ്പാണെങ്കിലും കുഴപ്പമില്ല. നേർപ്പകുതി ഭാഗത്താണ് നമ്മൾ സോസ് പരട്ടുന്നത്. അതിനുശേഷം നമ്മളിവിടെ
ഉണ്ടാക്കി വെച്ചാണ് ചിക്കൻ്റെ ഫില്ലിങ്സ് നിരത്തിടുക. അതിനുശേഷം നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്നത് ഈ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിടാം. മയോണൈസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ട ബീറ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് വശം നമ്മൾ ആദ്യം വിട്ടില്ലേ, അവിടെ നമ്മൾ നന്നായിട്ട് പരട്ടി കൊടുക്കാം. ഇത് ഒട്ടാൻ വേണ്ടിയാണ്, അത് തുറന്നു പോവാതിരിക്കാൻ ഇവിടെ നന്നായിട്ട് മുട്ട പരട്ടി കൊടുക്കുക. അതിനുശേഷം ഇപ്പുറത്തെ ഈ ഭാഗം എടുത്ത് ഇതിനെ നേരെ ഇങ്ങോട്ട് എടുക്കുക, ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ ഇടുക. എല്ലാ സ്ഥലം ഒരുപോലെ ആയിട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ഇതുപോലൊരു ഫോർക്ക് എടുക്കുക. ഈ ഫോർക്ക് എടുത്തിട്ട് ഈ അരികു വശത്തിന് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുക. മീൻസ് അതുകൊണ്ട് നമ്മളത് പ്രസ് ചെയ്ത് അടയ്ക്കുകയാണ് ചെയ്യണത്. ചിക്കൻ കാൽസോണ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനൊരു ഡിസൈൻ കാണാം. ഈ ഡിസൈൻ ഈ ഫോർക്ക് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു കട്ടിങ് കൊടുക്കണം. ഈ കട്ടിങ് ഇത് ഓവണിൽ കുക്ക് ചെയ്യണമെങ്കിൽ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ്, എയർ ബബിൾസ് ഒന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു കട്ടിങ്. അതിനുശേഷം ഇത് ഓവണിൽ ചെയ്യണത് 200 ഡിഗ്രി സെറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഇത് 20 മിനിറ്റ് കുക്ക് ചെയ്യാണ്. ഞാനിപ്പോൾ ഓവണിൽ ചെയ്യണതല്ല കാണിക്കുന്നത്, നമ്മളിപ്പോൾ സാധാരണ അടുപ്പിൽ ഇതെങ്ങനെ ചെയ്തെടുക്കാം, ഓവണേക്കാൾ ബെറ്ററായിട്ട് ഓവൻ്റെ സംവിധാനം നമുക്ക് അടുപ്പിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഉപ്പിട്ടിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇത് ചൂടാക്കും. ഇതിപ്പോൾ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തേക്കാണ്. ഇപ്പോൾ ഇതിലുള്ള ഉപ്പൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവിൻ്റെ സ്റ്റാൻഡാണ് വെക്കുന്നത്, ഇതുപോലെ സ്റ്റാൻഡ് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ട്രേ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ പേസ്റ്റ് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കളറ് നല്ല മൊരിഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ ബട്ടർ ഉരുക്കിയത് നമ്മൾ നന്നായി ഇതിൻ്റെ മുകളിൽ പരട്ടി കൊടുക്കണം. ബട്ടർ ഇല്ലെങ്കിൽ ഡാൽഡയോ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഇത് ഒരു 20 മിനിറ്റോളം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആദ്യം തന്നെ ഈ ലോ ഫ്ലെയിമിൻ്റെ ഉള്ള ഇത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. ഇവിടെയൊക്കെ ഇതിൻ്റെ കുക്ക്ഡ് വന്നിട്ടുണ്ട് കണ്ടോ, വീർത്ത് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കണ്ടോ, ഇത്രയും വീർത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് സെർവ് ചെയ്ത് കാണിക്കാം.